സംസാരിച്ചു വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, പേരൻസ് ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അവരുടെ ഒരു ഈ വാട്ടർ ബെല്ലിനെ അവരൊരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായും നമ്മുടെ ക്ലാസ് മുറികളിലെ പീരീഡിന്റെ അവസാനം എന്നുള്ള നിലയിലാണ് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു 5 മിനിറ്റ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടികൾക്ക് പഠനത്തിൽ നിന്നുള്ളൊരു ഇടവേള കിട്ടുന്നു എന്നുള്ളൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് കുട്ടികൾക്ക്. ഒപ്പം അവര് ഒരുമിച്ച് വെള്ളം കുടിക്കുന്നു എന്നുള്ളത് ഒരു ആഘോഷമാക്കി മാറ്റുന്നുണ്ട് അവരെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോ കൂടുതൽ കുട്ടികൾ വെള്ളം കുപ്പി കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. അപ്പൊ അത് നിറയ്ക്കുക, അവർ ഒരുമിച്ചിരുന്ന് ബെല്ലടിക്കുമ്പോൾ വാട്ടർ ബോട്ടിൽ എടുക്കുന്നു, ഒരുമിച്ച് കുടിക്കുന്നു, വെള്ളം കുടി കഴിഞ്ഞതിന് ശേഷം അവർ ഇന്റർവെല്ലിന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ തീർച്ചയായും എല്ലാ കുട്ടികളും വെള്ളം കുടിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. ഈ ചൂടുകാലത്ത് നമ്മുടെ കുട്ടികൾ ആരോഗ്യമുള്ളവരായിട്ട് വളരാനായിട്ട് ഇത് സഹായകരമാകുന്നുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് പ്രധാനാധ്യാപിക എന്നുള്ള നിലയ്ക്കുള്ളത്. ഒപ്പം തന്നെ ക്ലാസ് അധ്യാപകരും അതേ അഭിപ്രായം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. So well, this is Club FM 104.8 and ഈ ഒരു ആശയം കൊണ്ടുവന്ന മാഷെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? After these songs on Club FM 104.8. മാതൃഭൂമി സീഡിന്റെ കോർഡിനേറ്റർ ആയിരുന്നു ജനൽ മാഷ്. അപ്പൊ തോന്നിയ ഒരു ആശയമായിരുന്നു. പക്ഷെ അന്ന് ഇത്ര ചൂടുണ്ടായില്ല മാഷ, അല്ലേ? അതെ 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 അന്ന് ഇത്രയും നമ്മൾ വിചാരിച്ചിട്ടുമില്ല. ഇങ്ങനെ ഇത്രയധികം ഇതില് സംസ്ഥാനം ഒട്ടാകെ ഈ ഒരു ബെല്ല് മുഴങ്ങും എന്നുള്ള ഒരു ചിന്ത അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ ബെൽ എന്നുള്ള ഒരു ഇത് സീഡിന്റെ ഒരു ആക്ടിവിറ്റിയാക്കി നമ്മൾ ആ ഒരു വർഷം കൊണ്ടുവന്നിരുന്നു. തുടർന്ന് സീഡിന്റെ ഹാൻഡ് ബുക്കിലും ഈ ഒരു ഇത് വന്നതിന്റെ ഫലമായിട്ട് തന്നെ സംസ്ഥാനം ഒരുപാട് സ്കൂളുകളിൽ ഈ ഒരു വാട്ടർ ബെല്ല് ആ ഒരു സമയത്ത് മുടക്കിയിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ലല്ലോ, അന്ന് മറ്റേ തമിഴ്നാടും അപ്പുറത്തെ സംസ്ഥാനങ്ങളിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? അതെ, അതായത് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാട്ടർ ബെൽ ഒരു വാർത്തയായി ചർച്ചയായി. ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പല പത്രങ്ങളിലും ഈ ഇതൊരു വാർത്ത വന്നിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഏറ്റവും ആദ്യം തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്ന് വിളി വന്നിരുന്നു നമുക്ക്. തുടർന്ന് കർണാടക, ഗോവ, പോണ്ടിച്ചേരി, മഹാരാഷ്ട്ര തുടങ്ങി ഒരുപാട് സ്റ്റേറ്റുകളിലും ഈ ഒരു വാട്ടർ ബെല്ല് ഏറ്റെടുത്തു എന്നറിയുന്നതിൽ സന്തോഷം. അവിടെയും വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു വാട്ടർ ബെല്ല് മുഴങ്ങുന്നുണ്ട്. നമുക്കറിയാം അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. ഇതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെയോ ആളുകളുണ്ട് അവിടെ എല്ലാം വെള്ളം കുടിക്കണം എന്നുള്ളൊരു സംഭവം അറിയാം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലമാണ് ഉള്ളത്. നമുക്ക് ഏറ്റവും ആവശ്യവും ജലം തന്നെയാണ്. ആ ഒരു ജലം നമ്മൾ കുടിക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു. ആ ഒരു മറന്നുപോക്കിൽ നിന്നും ഒരു ഓർമ്മിപ്പിക്കലായിട്ട് ഈ ഒരു വാട്ടർ ബെൽ മാറുകയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇത്തിരി വെള്ളവും കൂടി കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹിയർസ് ആർ നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺഡ്. സ്മൃതിയാണ് നിങ്ങളുടെ ക്ലോസ് കൂട്ടുകാരി വിത്ത് യു. ആൻഡ് ഇന്ന് വാട്ടർ ബെൽ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ജനിൽ മാഷായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മാഷെ 2016 ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാതൃഭൂമി സീഡിന്റെ ഭാഗമായിട്ട്. അതിനുശേഷം പിന്നീട് ഒരുപാട് സ്കൂളുകൾ അത് ഏറ്റെടുത്തു. ആൻഡ് ഇപ്പോ 2024 നമ്മൾ നിൽക്കുമ്പോൾ കേരള ഗവൺമെന്റ് തന്നെ അത് ഒരു സർക്കുലർ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിൽ ഇറസ്പെക്ടീവ് ഓഫ് സിലബസ്, അതായത് ICSE, CBSE, സ്റ്റേറ്റ് എല്ലാത്തിലും ഇത് ഉണ്ട്. അപ്പോ എങ്ങനെയാണ് ഇത് കൺവിൻസ് ചെയ്തത്? ഇതിന്റെ പിന്നിൽ കുറെ നടന്നിട്ടുണ്ടായിരുന്നു, അല്ല പെട്ടെന്ന് തന്നെ ഒഫീഷ്യൽസ് ഇത് മനസ്സിലാക്കിയോ? ഇല്ല 2016 നമ്മള് നമ്മുടെ വിദ്യാലയത്തിൽ മാത്രമാണ് ഏറ്റവും ആദ്യം ഇത് മുഴങ്ങിയത്. തുടർന്ന് പല സ്കൂളുകളും ഇത് ഏറ്റെടുക്കുകയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ ഒരു നിവേദനം നമ്മൾ അന്നത്തെ മന്ത്രിയായിരുന്ന രവീന്ദ്രൻ മാഷിന് നമ്മൾ നൽകിയിരുന്നു. രവീന്ദ്രൻ മാഷ് അതിന്റെ ഒരു പ്രൊജക്ട് അടക്കം നമ്മൾ കൊടുത്തിരുന്നു. ആ ഒരു പ്രൊജക്ട് ഒരു ടീച്ചേഴ്സിന്റെ അവധിക്കാല പരിശീലനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 3 ഗവേഷണാത്മക പഠനങ്ങളിൽ ഒന്നായിട്ട് വാട്ടർ ബെൽ അന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് തുടർന്ന് ഒരു കോവിഡിന് തൊട്ട് മുമ്പായിട്ട് ഇത് എല്ലാ വിദ്യാലയങ്ങളിലേക്കും കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചർച്ച നടക്കുകയും അത് അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ആരംഭിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരുന്നു അന്ന് രവീന്ദ്ര മാഷിന്റെ സമയത്ത്. പക്ഷേ ആ സമയത്ത് നിർഭാഗ്യവശാൽ കോവിഡ് വന്നു. ആ ഒരു ഓർഡറും അതേപോലെ വിദ്യാലയങ്ങളും അടയ്ക്കപ്പെട്ടു.
അതിനുശേഷം നമ്മൾ വീണ്ടും ഇപ്പോഴത്തെ മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്ററിന് ഇതിന്റെ പ്രപ്പോസൽ നമ്മൾ കൊടുത്തിരുന്നു. ഇതിന്റെ കുറെ പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. തുടർന്നാണ് ഈ ഒരു വാട്ടർ ബില്ല് വന്നത്. വാട്ടർ ബില്ല് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓർമ്മിപ്പിക്കലാണ്. ഈ ചെറിയ കുട്ടികൾ കരയുമ്പോൾ അമ്മമാർ ഓടിച്ചെന്ന് ആ കുട്ടിയെ ഫീഡ് ചെയ്യും. അതായത് ഒരു സിഗ്നലാണത്. ആ കുട്ടി കരയുമ്പോൾ ആ കുട്ടിക്ക് വിശന്നിട്ടാണ് കരയുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് ആ അമ്മയ്ക്ക് പറ്റും. ഒത്തിരി മുതിർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വയറ് വിശന്ന് കരഞ്ഞു തുടങ്ങി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ കഴിക്കണം, എനിക്ക് എന്തെങ്കിലും തായോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് അങ്ങനത്തെ ഒരു കരച്ചിൽ ഇതുവരെയും വന്നിട്ടില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്താണ്ടാവുമ്പോൾ ശരീരം അതിന് പലതരത്തിലാവും റിയാക്ട് ചെയ്യുക. അത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടാവാം, അല്ലെങ്കിൽ വയറുവേദനയായിട്ടാവാം, തലവേദനയായിട്ടാവാം. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിൽ വളരെ താല്പര്യക്കുറവ് വരാനും അല്ലെങ്കിൽ കളിക്കുന്ന സമയത്താണെങ്കിൽ ഒരു എനർജറ്റിക് അല്ലാതിരിക്കാനൊക്കെയും ഈ ഒരു വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലായ്മ മൂലം ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഡീഹൈഡ്രേഷൻ മാറ്റാനും ഇത്തരത്തിലുള്ള പല അസുഖങ്ങൾക്കുള്ള ഒരു പോംവഴിയാണ് ശരിക്കും വെള്ളം കുടിക്കുക. നമ്മളെന്ന് ഓർമ്മിപ്പിക്കലാണ് ശരിക്കും വാട്ടർ ബിൽ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം കരയാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ്. ആൻഡ് ഇനി എന്തായാലും നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, ഒപ്പം പാട്ടും കേട്ടോളൂ. ഇത് ക്ലബ് FM 104.8 ടൺ കണക്കിന് ഫൺ. யாருக்கும் யார் என்ன குறைச்சு நீ கொஞ்சம் மாசாயிரு. സോ അങ്ങനെ വാട്ടർ ബെല്ലിന്റെ കാര്യമാണ് ഇത്ര നേരമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. വളരെ നല്ല ഇനിഷ്യേറ്റീവ് ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്തായാലും ഇത് ഫുൾ ഫോമിൽ എല്ലാ സ്കൂളുകളിലും എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ ഇപ്പൊ ടീച്ചേഴ്സും പേരൻസും എല്ലാവരുടെയും അഭിപ്രായം. പിന്നെ കുട്ടികളാണെങ്കിൽ സൂപ്പർ ആഘോഷത്തിലാണ്. കാരണം എനിക്കും തോന്നി ഈ സമയത്തൊന്ന് സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. വേറൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കിട്ടുമല്ലോ. പക്ഷേ അപ്പൊ നമുക്ക് തോന്നും വാട്ടർ ബെല്ല് മാത്രം പോരാ, കുറെ വേറെയും ബെല്ല് വേണം. അപ്പൊ നമുക്ക് കുറെ സമയം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് കിട്ടും. എന്തായാലും ഇത് കൂടാതെ ഇപ്പൊ കുടുംബശ്രീ പുതിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്.